പ്യുർ വിസ്കോസ് ഓർഗൻസ ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിൻസും എംബ്രോയ്ഡറി ഒക്കെ വരുന്ന എലഗൻ്റ് ആയിട്ടുള്ള കസ്റ്റമർ ഓൺ ഡിമാൻഡിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ 6 പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് വരുന്നത് 2695. ഫസ്റ്റ് വൺ വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ്. ഇതിൻ്റെ എല്ലാത്തിനും പ്രിൻറ്റഡ് വിസ്കോസ് ഓർഗൻസയാണ്. രണ്ട് സൈഡിലും വരുന്ന 3 പാനൽ കൺസെപ്റ്റാണ് വന്നിട്ടുള്ളത്. സെൻട്രൽ പാനലിൽ സെയിം ഷെയ്ഡിലുള്ള വിസ്കോസ് ഓർഗൻസയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിൾ എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത്. അതിനകത്ത് ട്രാൻസ്പെറൻറ്റ് സീക്വൻസസും പോയിട്ടുണ്ട്. മേളിൽ നിന്ന് താഴെ വരെ ഇങ്ങനെ ലൈൻസ് പോലെ വെർട്ടിക്കൽ പാറ്റേണുള്ള എംബ്രോയ്ഡറിയും, താഴെ വരുമ്പം കുറച്ച് ഹെവി ആയിട്ടുമാണ് കൊടുത്തിട്ടുള്ളത്. സൈഡ്സിൽ ഇങ്ങനെ ബോർഡറായിട്ടും എംബ്രോയ്ഡറി പോകുന്നുണ്ട്. നല്ല രസമായിട്ട് ഈ സെൻട്രൽ പാനലിൻ്റെ സൈഡ് വരുന്നത്. പിന്നെ രണ്ട് സൈഡിലും വരുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കിനും ലാഡർ ലേസസ് പോയിട്ടുണ്ട്. ഈ ഫാബ്രിക് സൈഡ്സിലെ ഫാബ്രിക് പോയിട്ടുണ്ട്. എൻഡിൽ വരുമ്പോൾ എംബ്രോയ്ഡേർഡ് ഓർഗൻസ ലേസും ആണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഫുള്ളി പ്രിന്റഡ് ആണ്. നമുക്ക് ഭയങ്കര എലഗൻ്റ് ആയിട്ടും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൽവാർ സെറ്റാണ്. ഫംഗ്ഷൻ വെയർ ആയിട്ടോ റെഗുലർ വെയർ ഓഫീസ് വെയർ ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചർച്ച് വെയർ ആയിട്ടൊക്കെ നല്ല സെറ്റാണ്. ദുപ്പട്ടയും 3 പാനൽ കൺസെപ്റ്റിലാണ് വന്നിട്ടുള്ളത്. സെൻറ്ററിൽ പ്രിൻറ്റഡ് പോർഷനും സൈഡ്സിൽ പ്ലെയിൻ വിസ്കോസ് ഓർഗൻസ ഫാബ്രിക്കും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ലാഡർ ലേസ് വെച്ചാണ്. ദാമനിലും സെയിം ആ ഒരു പാച്ചസ് ആണ് ഫുള്ള് വന്നിട്ടുള്ളത്. എൻഡിലേക്ക് വരുമ്പോൾ എംബ്രോയ്ഡേർഡ് വിസ്കോസ് ഓർഗൻസ ഫാബ്രിക്, ടോപ്പിൽ ആ സെയിം പാറ്റേൺ സെൻട്രൽ പാനലിൻ്റെ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. 4 സൈഡിലും ക്രോഷോ ലേസും കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൽവാർ സെറ്റാണ്. റേറ്റ് വരുന്നത് 2695. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു മോപ്പിംഗ് ടോൺ ആണ്. അതിനും സൈഡ്സിൽ ഡിജിറ്റൽ പ്രിൻസും ഫ്രണ്ടിൽ സെൻട്രൽ പോർഷനിൽ എംബ്രോയ്ഡറിയും വന്നിരിക്കുന്നു. പാറ്റേൺ എല്ലാം സെയിം തന്നെ, ജസ്റ്റ് കളറിൻ്റെയും പ്രിൻറ്റിൻ്റെയും വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിൽ ഫുള്ള് ആ സൈഡിലത്തെ പ്രിൻറ്റ് തന്നെ ആയിരിക്കും. സെയിം ഷെയ്ഡിലുള്ള സാൻഡൂൺ ബോട്ടം, ദുപ്പട്ടയുടെ പാറ്റേൺ സെയിം തന്നെ, പ്രിൻറ്റഡ് നടുക്കും വരുന്നു. സൈഡ്സിൽ പ്ലെയിന്, ലാഡർ ലേസസ്, ക്രോഷ്യോ ലേസ് ബോർഡർ ഒക്കെ വരുന്നു. റേറ്റ് വരുന്നത് 2695. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇപ്പം കണ്ട പിങ്കിൻ്റെ ഒരു ലൈറ്റർ ടോണാണ്, ബേബി പിങ്ക് ടോണ്. അതിനകത്തും ഇങ്ങനെ സെൻട്രൽ സെയിം പാറ്റേൺ തന്നെ. ഇത് ആദ്യമേ കണ്ട ഫ്ലോറൽ പ്രിന്റ് ആണ് സൈഡിൽ വരുന്നത്. പാറ്റേൺ എല്ലാം സെയിം തന്നെ. ബാക്ക് സൈഡിലും സെയിം ഫ്ലോറൽ പ്രിന്റഡ് വിസ്കോസ് ഓർഗൻസ ഫാബ്രിക്, ബോട്ടം ആൻഡ് ദുപ്പട്ട എല്ലാം ഒന്നിനൊന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സും പ്രിൻസും പാറ്റേണും ഭയങ്കര റിച്ച് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് വിസ്കോസ് ഓർഗൻസ എന്ന് പറയുമ്പോൾ ജോർജറ്റ് പോലെ ഒതുങ്ങിക്കിടക്കുന്ന ഒരു ഫാബ്രിക്കാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു മിൻറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഷെയ്ഡ്. ഡിജിറ്റൽ പ്രിൻസ് സൈഡിൽ പാറ്റേൺ സെയിം തന്നെ, എംബ്രോയ്ഡേർഡ് പാനൽ സെൻറ്ററിൽ വരുന്നു. പിന്നെ താഴെ ദാമനിലും പാച്ചസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സെൻട്രൽ പോർഷനിൽ പ്രിൻറ്റഡ്, സൈഡ്സിൽ പ്ലെയിന്, ലാഡർ ലേസ്, സൈഡ്സിൽ നല്ല രസമായിട്ടുള്ള ക്രോഷ്യോ ലേസ് ബോർഡർ. എൻഡിൽ ആ ഒരു എംബ്രോയ്ഡറി ഒക്കെ നമ്മുടെ ദാമനിൽ സെൻട്രൽ പോർഷനിൽ സെയിം എംബ്രോയ്ഡറി തന്നെയാണ് വന്നിട്ടുള്ളത്. കോർണറിൽ നമ്മുടെ ആ സെൻട്രൽ പോർഷനിൽ സെയിം എംബ്രോയ്ഡറി എല്ലാത്തിലും വന്നിട്ടുണ്ട്. 2.5 മീറ്ററാണ് ടോപ്പും ബോട്ടും ദുപ്പട്ടയും വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ടോണാണ്. എല്ലാം നല്ല പേസ്റ്റൽ ടോൺസ് ആണ്. ഗ്രേ ടോണ്, അതിനകത്തും സെയിം ചെറിയ ചെറിയ ഡിജിറ്റൽ പ്രിൻറ്റ്സ് രണ്ട് സൈഡിലും ബാക്കിലും വരുന്നു. എംബ്രോയ്ഡറി സെയിം തന്നെ, ബോട്ടം ആൻഡ് ദുപ്പട്ട ഇങ്ങനെയാണ്. ഗ്രേഡ് പാറ്റേൺ എല്ലാത്തിലും സെയിം തന്നെ. ഓരോ കളറിലും ഈ പ്രിൻസ് എംബ്രോയ്ഡറിയും വരുമ്പോൾ അതിൻ്റെ റിച്ച്നെസ് ഭയങ്കര കൂടുതലാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ടോണ്. അതിനകത്തും സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്തിരിക്കുന്നു. സെയിം ഷെയ്ഡിലുള്ള സാൻഡൂൺ ബോട്ടം. ആ ബോട്ടം മെറ്റീരിയൽ നമുക്ക് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കറക്റ്റ് ഷെയ്ഡും പിന്നെ സാൻഡൂൺ മെറ്റീരിയൽ ലൈനിങ്ങിന് ഒന്നും കൂടെ നല്ല രസമായിട്ട് ഒതുങ്ങിക്കിടക്കും. ഇങ്ങനെ ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 2695.